നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുതിയ ഫ്ലാറ്റിൻ്റെ താഴെയാണ് കേട്ടോ. ദേ മമ്മി നടന്നു വരുന്നു. എന്താണെന്നായിരിക്കും അല്ലേ, ഞങ്ങൾ ഈ നമ്മുടെ ഈ താഴെ തന്നെ നമുക്കിങ്ങനെ നടക്കാനുള്ള ഒരു അടിപൊളി ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിൽ ഉലാത്താന്ന് വിചാരിച്ചു. ഞങ്ങളൊരു വൈകുന്നേരം ചുമ്മാ ഇതിലേക്കിടെ നടന്ന് താഴെ വരെ അവിടെ ഒരു പാടമുണ്ട്. ആ പാടത്തിൻ്റെ അവിടെ വരെ പോയിട്ട് ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം മമ്മി ഇതെന്താ കാണിക്കണേ, കാറിനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുക. പൊടിയുണ്ട്, കഴുകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. പിന്നെ വേസ്റ്റ് കൊണ്ടുവയ്ക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ വേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് മമ്മി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. ഈവനിങ് ഒരു ദിവസത്തെ ഞങ്ങളുടെ വൈകുന്നേരം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പോൾ താഴേക്ക് നടന്നു പോകാനാണ്. നല്ല രസമാണ്. താഴെ പാടമാണ്. അപ്പോൾ പാടം വൈകുന്നേര സമയങ്ങളിൽ പാടത്തൊക്കെ പോയി കാണാൻ വേണ്ടി നല്ല രസമല്ലേ. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോവാം. ഇത് ഒരു ഇവിടെ ഒരു ആശ്രമമുണ്ട്, പണ്ടത്തെ പട്ടാളക്കാർ ഒക്കെ താമസിക്കുന്നത്. ഇതാരാന്ന് നോക്കിയാൽ നീ ദേ ഷേരു അവിടെ നിന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞേ. ഷേരു എൻ്റെ പുതിയ ഫ്രണ്ടാന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിയേ, പുതിയ ഫ്രണ്ടാന്ന് പറഞ്ഞേ ഷേരു. ആ വീട്ടിലത്തെ കുറേ പൂച്ചയുണ്ട് കേട്ടോ ഷേരു. അപ്പോൾ ഞാൻ ചുമ്മാ അവനെ എടുത്തോണ്ട് ഇങ്ങനെ വന്ന ഇതൊക്കെടേ ഇവിടുത്തെ. എൻ്റെ ഷേരു ഇതൊരാൾ മുകളിലിരുന്ന് നോക്കണോ, എനിക്ക് ഉറങ്ങണ കാറിന്റെ പൊക്കത്തൊക്കെയാ വലിയ. ഹലോ ഓറിയോ, വാനില, ഓറിയോ, കൊറേ പേരുണ്ട്. കുഞ്ചാക്കോ ബോബനോ? മോളിലിരുന്ന് കരയണു. അയ്യോ, ഇതാണ് ഇന്നലെ അയിലേക്കിടെ പുറകേക്കിടെ നടന്നിട്ട് എന്തോ കവറിൽ തൂക്കി പിടിച്ചോണ്ട് നടക്കുന്നുണ്ടെന്ന്. കടിച്ചെടുത്തോണ്ട് അല്ലല്ല അതായിരുന്നു. ഇതാരാണ്? ഇത് ഒരാൾ താഴേക്കിടെ നടക്കണു. ഓക്കെ, ഞങ്ങളെന്നാ പോയിട്ട് വരാവേ. വെറുതെ ഒന്ന് നടന്നിട്ട് വരാം താഴെ. എന്തോരോ പൂച്ചകളല്ലേ ഇവിടെ. ഇഷ്ടപ്പെട്ടു. എന്ത് പൂച്ചകളെ കാണാൻ ഇഷ്ടമാണ്, വളർത്താൻ ഇഷ്ടമില്ല. അതെ, ഞങ്ങളുടെ ഈ ഒരു ഏരിയ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതെ, നല്ലൊരു വീട്. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ നോക്കും. അതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ആ കാണുന്നത്. നോയലിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. നോയലിൻ്റെ ഫ്ലാറ്റിൻ്റെ ഇവിടെ നിന്ന് അതാ കാണുന്ന കേട്ടോ. ഇത്രേ ദൂരമേ ഉള്ളൂ, ഇത്രേ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു സൂര്യ ക്യാറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അവിടെ നല്ല ഫുഡ് കിട്ടുന്ന പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആരും പറഞ്ഞതല്ല. അവിടെ നല്ല ശുദ്ധമായ നല്ല ഭക്ഷണം എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താന്ന് അറിയത്തില്ല. മമ്മി ഈവനിങ് വാക്ക്. ഇത് മറ്റേ ഇതാ മമ്മിക്ക് മനസ്സിലായോ? മറ്റേ അരിനെല്ലിക്കയുടെ മരവ. അവിടെ നിറച്ചുണ്ട്. മമ്മി ഈവനിങ് വാക്കിന് ഇറങ്ങിയത് എങ്ങനെയാണെന്നറിയാം, കുളിച്ചിട്ട് തലയൊക്കെ തോർത്തിട്ട് ഇതാക്കി വെച്ചേക്കുക. അതിനെങ്ങനെ അടിവെച്ചല്ലേ നടക്കുന്നത്, പിന്നെ ഇങ്ങനെ ഈവനിങ് വാക്കാകും. ഇതാണ് ആ സൂര്യ ക്യാറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാ ഇവിടെ ഹോംലി ഫുഡ് കിട്ടുമെന്നാണ് കുറേ പേര് ഇവിടെ നിന്ന് പറഞ്ഞത്. ഇതിനകത്താണ് എന്താ ഈവനിങ് ടൈം ആകുമ്പം എല്ലാവരും ഇങ്ങനെ കുറച്ച് ആൾക്കാർ, ഇവിടെയുള്ള ഈ ഏരിയയിലൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. ഈവനിങ് വാക്ക് ആയിട്ട് നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നു വെറുതെ ഒന്നിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ കുറച്ചും കാടാണ്. നോക്കി, കാട്, ഒരു സൈഡിൽ കാട്, മറു സൈഡിൽ വീട്. ഇത് ഇവിടെയാണ് നമ്മുടെ നോയലിൻ്റെ ഫ്ലാറ്റിലേക്കുള്ള എൻട്രി കേട്ടോ. ഹായ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മിററാണ്. എന്തുവാ നമുക്ക് ഇഷ്ടമല്ല ഈ കാര്യം? എന്താ മമ്മിക്ക് കണ്ണാടി ഇഷ്ടമല്ല മമ്മി? എന്നാ
ഒന്നാമത് കാണാൻ കൊള്ളുമല്ലോ. അപ്പച്ചനെ കണ്ണാടി ഞാൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്കങ്ങ് മരിക്കാൻ തോന്നും. അങ്ങനെ കണ്ടില്ല. ഇതാ നോയലിൻ്റെ ഫ്ലാറ്റ്. ഭയങ്കര രസമാട്ടോ ഈ ഫ്ലാറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് ചെടികളൊക്കെ ആയിട്ട് ഒരു കോമ്പൗണ്ടിൽ ഫുള്ള് ചെടികളൊക്കെ ആയിട്ട്. കേട്ടോ, അത് നല്ല രസമല്ല അതിൻ്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ. ഉണ്ടോ? അന്നൊരു ദിവസമേ ഞങ്ങൾ വഴി തെറ്റിയിട്ട് അപ്പുറത്ത് വഴി തെറ്റില്ല, ഞങ്ങൾ വഴി കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അവിടെയും കണ്ട് വന്നിട്ട് ലോക്കായിപ്പോയി. ആ സൈഡിലെങ്ങാണ്ട് വന്നിട്ട് അവിടെ സ്റ്റോപ്പായി. എന്നിട്ട് തിരിച്ചതുപോലെ കയറിപ്പോയി. അത് കാട്ടുപോവാ. ഇതാണ് ഞാൻ പറഞ്ഞ സൈനികാശ്രമം. ഞങ്ങളുടെ റോഡിൻ്റെ തന്നെ പേര് സൈനികാശ്രമം റോഡ് എന്നാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടല്ലേ പഴയ പട്ടാളക്കാർ, പണ്ട് ക്യാമ്പിൽ നിന്ന് റിട്ടയർഡായ പട്ടാളക്കാരും ഒക്കെ ആയിട്ട് അവർ അവരുടെ പ്രായമാവുന്ന സമയത്ത് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ. ഇത് കരിമ്പാണോ? അല്ല. ആണോ? കരിമ്പാണത്രേ. പിള്ളേര് ചൂണ്ടയിടുന്നു, മീൻ പിടിക്കുന്നു. സൈനിക് വിഹാർ എഴുതി വെച്ചേക്കുന്നുണ്ടോ? അവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരുണ്ട്. എന്താണോ എന്തോ ചെളി വെള്ളമാണ് ഇവിടെ നിറച്ചു. ഈ ചെളി വെള്ളത്തിലാണ് ഇവർ മീൻ പിടിക്കണമെന്ന് തോന്നുന്നു. ഉണ്ടോ? വൈകുന്നേരമായി, ഒരു 6:30 സമയം. പകരം ഉറങ്ങിയാ? എന്തേ വൈകുന്നേരമായി ഉറങ്ങുമോ? ആഹാ. തൊട്ടാവാടി അല്ല, അത് തൊട്ടാവാടി അല്ല. ഇത് തൊട്ടാവാടി ഉറങ്ങി കിടക്കണം. എല്ലാരും ഉറങ്ങി, നമ്മൾ മാത്രം ഇതിൽ എഴുന്നേറ്റ് നടക്കുക. വൈകുന്നേരം ആ സമയമാകുമ്പോഴത്തേക്കും കുറേ പേര് ഇവിടെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് വരും കേട്ടോ. എല്ലാവരും നടന്ന് വെറുതെ ഒരു രസമാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ല കേട്ടോ. നമ്മുടെ ഇല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല, കാണത്തില്ല. അവിടെ ആ മറ്റേ മരം ഉള്ളതുകൊണ്ട് ഇത് റോഡ് കാണാം. അവിടെ വണ്ടി പോണ കാണാം. നല്ല രസമല്ലേ ഇവിടെ ഒക്കെ കാണാന്. നടക്കാൻ പറ്റിയ സ്ഥലം, വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലം അല്ലേ. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ടാലോ. പായായിട്ട് വന്നാൽ മതി കിടക്കാൻ. ഇവിടെ ആമ്പലുണ്ടാവും തോന്നുന്നു. ആമ്പലാണോ അത്? താമര ആമ്പൽ എന്തെങ്കിലും ആണോ? അല്ല, അത് വേറെന്തോ പായലോ കാട്ടുപായലോ അങ്ങനെ ഏതാണ്ട് ആണോ? ഇതാണോ മറ്റേ ഇതിനകത്തൊക്കെ കൊണ്ടിടുന്നത്? ഓ, നേരാണല്ലോ. അയ്യോ, എന്നാ ഇത് മൊത്തം അതെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളി കൊടുത്തി പോയിട്ടുണ്ട്. ഇതാണ് പായ ഉണ്ടാക്കുന്നത്. ആണോ? പായ ഉണ്ടാക്കുന്ന പനയോല, അങ്ങനത്തെ പായ ഉണ്ടാക്കുന്ന ഓല. ഇതാണോ പന? ഇതുകൊണ്ടാണോ പായ നെയ്യുന്നേ? പണ്ടുള്ളവർ വെട്ടിയിട്ട് ഉണക്കാനിടും. അതിന്റെ ഇല ഉണക്കിയിട്ട്. കൊള്ളാം. അത് പുല്ലല്ലേ? പുല്ലില്ലേ? അതിന്റെ പൂവായി നിൽക്കുന്നത് ആ പുല്ലിന്റെ. ഇതല്ലേ? അതന്നെ. ഇത് മറ്റേ ഇവിടൊക്കെ കാണത്തില്ലേ, മറ്റേ ആലുവ മണപ്പുറം. അങ്ങ് എന്തായിരുന്നു സ്ഥലം മമ്മി? മറ്റേ ഈ ഇതിടാൻ പോകുന്ന, ബലിയിടാൻ പോകുന്ന. അതെന്നെ പറഞ്ഞ മണപ്പുറം. ആലുവയിലല്ല, തിരുനാവായ. അതെവിടെയായിരുന്നു സ്ഥലം? കുറ്റിപ്പുറം. ആ പാലത്തിന്റെ അവിടെ ഇങ്ങനെ. പക്ഷെ ഇതിങ്ങനെ ഇത്രയല്ല, വലിയതായിട്ട് നിക്കത്തില്ലായിരുന്നോ? നല്ല രസമില്ലായിരുന്നു. അതന്നെ ആലുവയുടെ. അതിന്റെ ചെറുതായിരിക്കും അല്ലേ? അതിന്റെ ചെറുത്. ഇത് പൊങ്ങുന്ന, ഇത് മുറിച്ചു വിട്ടതാന്ന് തോന്നുന്നു. ഏതാ ഈ പുല്ലേ? ഇത് പൊങ്ങുമായിരിക്കും. ഇത് മണ്ണിന്റെ അടിയിലൊക്കെ ആയിപ്പോയതാ. തൊട്ടാവാടി മൊത്തം ഉറങ്ങി മമ്മി. എന്താ എല്ലാം ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് പാട്ട് പാടാ. ബാബു വെച്ചോ. രതീഷ് എഴുന്നേക്കു. രതീഷ് ഒരാഴ്ച ചെയ്തല്ലോ. മുള്ളു അല്ല, മുള്ളു അല്ലെന്ന്. പേരയുടെ തയ്യ പറിച്ചാലോ? വീട്ടിൽ കൊണ്ടുപോയിട്ട് നട്ടാലോ? എവിടെ നടും? പെരക്കാത്ത അടുക്കളയിലോ?
എന്താടി മമ്മി ഇത് ഓർക്കുന്നുണ്ടോ മമ്മി? ഇത് കയ്യേലൊട്ടിക്കുന്ന അച്ചാവും പണ്ട് കുട്ടിക്കാലത്തേ ഞാൻ നമ്മുടെ വീട്, പക്ഷെ ഇതിനകത്ത് അച്ചില്ല. ഇങ്ങനെ വെക്കൂട്ടെ, ഇത് പറിക്കുവേ, ഇതിങ്ങനെ വയ്ക്കും. ഒറ്റയടി ഇപ്പം ചമ്മിപ്പോയി. അതെന്തോ കമ്പനിയാണല്ലോ. ചെന്ന് ചോദിക്കാം, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. എന്നിട്ട് അവിടെ ജോലി തരുമോയെന്ന് ചോദിക്കാം. ഞങ്ങൾ വെറുതെ നടക്കാം, ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ലായിരിക്കും, ഞങ്ങൾക്ക് ജോലി തരുമോയെന്ന്. എന്നതാടി? അയ്യേ, അതല്ല ഉദ്ദേശിച്ച സാധനമല്ല. എനിക്ക് മനസ്സിലായി. ചക്കപ്പം ഉണ്ടാക്കുന്നത് സത്യം അതിൻ്റെ ഇല അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇത് പറിച്ചു പോയിട്ട് നമ്മൾ ചത്തേനെ. ഇടനേലാണ് മറ്റേ സാധനം പറഞ്ഞ് ഓടുക. ഇടനേല മനോഹരമായ പാടങ്ങളും നല്ല രസമല്ല അത്. ആകാശവും കാണാം നല്ല രസം. ഈ സ്ഥലത്തേക്കാണ് അടിപൊളി. ചെങ്കല്ലാണ് ഇവിടെ. ഈ വലിയ ഇത് ഉള്ളിപ്പോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ നീ? ഓ ഇഷ്ടപ്പെട്ടേ. എന്നും വരുവോ? മമ്മി ഒറ്റയ്ക്ക് വന്നോളൂ? അല്ല, പിന്നെ നിങ്ങളെ വേണം. പിന്നെ ഞാനില്ലാതെ മമ്മി എവിടെയും പോകത്തില്ലേ? കണ്ണൂര് പോയതാ. അത് വണ്ടി കയറി. ആഹാ, മമ്മി ഇടയ്ക്ക് ഇങ്ങനെ വാമ്മി അവിടെ ചുമ്മാ ഇവിടെ വരെ നടക്കുക. ഒരു 2 റൗണ്ട് നടന്നാൽ മതി. വേണം ആരെങ്കിലും. ഓ പിന്നെ കൂട്ടുകാരും ഉണ്ടാകും. ഇവിടെ വരുമ്പോൾ കൂട്ടുകാരെ കിട്ടും. അവിടെ 2-3 ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് മാക്കൃത്തവള കരയുന്നു. മഴ കൂടാനാ. അതെ, അങ്ങനത്തെ പുല്ല് നിറച്ച് നിൽക്കുന്നു. ഹായ്, നല്ല രസമല്ലേ? തവള കരയുന്നുണ്ട്. മഴ കൂടാനുള്ള പരിപാടിയാണോ എന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ പറയുക. എന്നും വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. മണി പ്ലാന്റ് കയറി. അയ്യോ, അവർക്ക് എന്തോ ഒരു കാശായം നോക്കിയാൽ മണി പ്ലാന്റ് കയറിയിരിക്കും. മണി പ്ലാന്റ് വലുതായി പൈസ ഉണ്ടാവും എന്ന് പറഞ്ഞത് അവരുടെ അങ്ങേയറ്റം വരെ വലിയൊരു പ്ലാവിൻ്റെ മണ്ടക്കം വരെ എത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വൈകുന്നേരം വൈബ്. ആകാശമാണ് സൂപ്പർ അല്ലേ? സ്കൈ നോക്കിക്കേ, എന്നോ രസമാണ് നോക്കിക്കേ. ഞങ്ങളിപ്പോൾ ലേറ്റായി. ഇപ്പം സമയം ഒരു 6:30 കഴിഞ്ഞു. അതിൻ്റെ ആണ് ഇത്രയും ഇരുട്ടായിട്ടിരിക്കുന്നത്. മഴക്കാറെവിടെ? കാറും കോളൊന്നുമല്ല. പിന്നെ നമുക്ക് ഇവിടം വരെ ഉള്ളൂ. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇതിവിടെ വരെ ഉള്ളൂ. പിന്നെ എല്ലാവരും തിരിച്ച് നടക്കും. ഇവിടുന്ന് പിന്നെ എല്ലാവരും അവിടം വരെ നടക്കാൻ വരുന്നവരെല്ലാം അവിടം വരെ ഉണ്ടാകത്തുള്ളൂ. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. ഇതെന്താ ചേട്ടാ? ഫാക്ടറി എന്തേലും ആണോ? ഇതെന്നെ തന്നെ? ഇവിടെ എന്താ വെച്ചേക്കണേ? ഹിന്ദിയെ हिंदी नहीं मालूम ചേട്ടാ. क्या है इधर पे? ये स्काईलाइन का ഓ ഫ്ലാറ്റ് വേ. സ്കൈലൈൻ്റെ ഫ്ലാറ്റ് വരാൻ പോവാന്ന്. ഓക്കെ ഓക്കെ. കൺസ്ട്രക്ഷൻ ഫ്ലാറ്റ്. ये पूरा तो एक ही जगह का. और इसका ऑफिस है अलग. इसमें खाली सामान सब रूम बिल्डिंग का सामान. इसका वाला फ्लैट इधर भी आएगा? फ्लैट नहीं. ओ स्काईलाइन का फ्लैट का सामान इधर डंप करने के लिए. ഓ ठीक है. സ്കൈലൈൻ്റെ ഫ്ലാറ്റിൻ്റെ സാധനങ്ങൾ ഇവിടെ കൊണ്ട് ഇടുന്നതാണ്. എൻ്റെ ഹിന്ദിയായിട്ട് നിങ്ങളാരും ഞെട്ടരുത് കേട്ടോ. എനിക്കറിയുന്ന ഹിന്ദിയിൽ ഞാൻ സംസാരിച്ചെന്ന് മാത്രം. ഓക്കെ താങ്ക് യു. അയാൾ പറഞ്ഞത് എനിക്കും ഞാൻ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അയാൾ എന്താ പറഞ്ഞതെന്ന്. അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൈലൈൻ്റെ പിന്നെ ഗോഡൗൺ, ലൈക്ക് സ്കൈലൈൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഡംപ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്നാണ്. ആദ്യം ഞാൻ വിചാരിച്ചു സ്കൈലൈൻ്റെ അവരുടെ ഫ്ലാറ്റിലേക്ക് നിർമ്മിക്കാനുള്ള സാധനങ്ങളും അത് ഇതൊക്കെ ഇവിടെ വെച്ചേക്കണം. അവരുടെ ഗോഡൗൺ എന്താ അവിടെയൊക്കെ ഉണ്ടോ? അതാ പുറകോട്ട് ഇതുണ്ടോ? ഗോഡൗൺ പോലത്തെ ഒരു സംഭവമാണ്. ആദ്യം ഞാൻ വിചാരിച്ചു ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ട ഭൂമിയായിരിക്കുന്നു. ഓരോരോ അവസ്ഥയെ. ഹിന്ദി അറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. റിസ്ക് എടുത്തിട്ട് പാടവരമ്പത്തേക്കൂടെ പിള്ളേരുടെ അടുത്തോട്ട് പോവാം. ചെളിക്കകത്ത് മുങ്ങിട്ട് പോകല്ലേ? ഞാൻ വന്നോളാം. വീണ കഴിഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് പോകില്ല കേട്ടോ മമ്മി.
കൊണ്ടിട്ട് പിടിച്ച മീൻ ഇത് കടിക്കോ? ഇല്ലായിരിക്കും. ഇതെന്ത് മീനാ? അച്ചോടാ വാവും കേട്ടോ. വായിങ്ങട് കാട്ടിന്റെ നടുക്ക് ഇവര് ആ ബ്രാല് അത് തന്നെ. പോയിട്ടുണ്ടെ നഷ്ടമല്ലേ? ബ്രാല് നിങ്ങൾക്ക് നഷ്ടമാണ്. അമ്മമാര് ചൂണ്ടിട്ട് പിടിച്ചു. ഇതിന്റെ അറ്റത്ത് എന്താ കൊടുത്തേക്കുന്നത്? പ്ലാസ്റ്റിക്കിന്റെ തവള. തവളയല്ല, എന്തോ അത് മീനുകളെ പറ്റിക്കണേണോ? കുളത്ത് കഴിക്കാറുണ്ട്. അയ്യോ, പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തേക്ക മീനിനെ പറ്റിച്ചിട്ട് പിടിക്കാൻ വേണ്ടിട്ട്. എന്തേ മമ്മിക്ക് അതാണ് പാമ്പ്. അവിടെയുണ്ടോ വേറെ പിള്ളേര്? ആ ഓക്കെക്കോ. അവിടെ എങ്ങോട്ടൊക്കെ അനങ്ങുന്നു. ബക്കറ്റായിട്ടോ കിട്ടിന്നൊക്കെ ബക്കറ്റായിട്ട് എവിടെ ഇറങ്ങുന്ന ആ മൂലയിലൊക്കെ അങ്ങനെ. അത് വേറെ എന്തെങ്കിലും തവളകൾ അങ്ങനെയൊക്കെ ആയിരിക്കും മമ്മി. ഞങ്ങൾ പോവാണേ, ഇത് കാണാൻ വേണ്ടിട്ട് വന്നാ. ഓക്കെ ബൈ, താങ്ക് യു. പൊക്കോ, നടക്ക മമ്മി. എഴഞ്ഞു, ഒരുപാട് ഇരുട്ടായാൽ. എന്നെ കൂടെ തള്ളിയിടും തള്ള. വാന്നോ പോ. അമ്മേ, കൊച്ചു പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങൾ. ഒരൊറ്റ ഞാണിന്മേലാണ് ഞങ്ങൾ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വീതിയിലൊന്നുമില്ല, ഒരു ആവേശത്തിന് പോയതാ അപ്പുറത്തോട്ട്. അമ്മേ, പക്ഷെ ഇങ്ങോട്ട് ഇച്ചിരി ഇതുണ്ട്. ഇങ്ങോട്ട് കാലം ഇങ്ങനെ വിലങ്ങനെ വെക്കും. ഇവിടെ ഒരൊറ്റ ഞാണന്മേലെ ഈ കളി. സർക്കസുകാരികളെ കമ്പിയെ കയറിയിട്ട് നടക്കുന്ന പോലെ ഉണ്ട്. സത്യം. ഇത് പാടവരം വേണോ അമ്മേ? ആ പാടത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള വരമ്പ. രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ വെളിച്ചമുണ്ടായിരുന്നു കേട്ടോ. ചെറിയ വെട്ടമുണ്ടായിരുന്നു. അത് അവിടുത്തെ ഇതാ ആകാശം. അങ്ങനെ ഇരുട്ടായി. സ്വകാര്യം. അങ്ങനെ ഇരുട്ടായി. ആ പിള്ളേരും കയറി. ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നോ? ഞങ്ങളിവിടെ വരുന്നു, പക്ഷെ ഭയങ്കര ചൂട്, മടുത്ത്. അവിടെ പോയി അവിടെ വരെ നടന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആ പിള്ളേർ ചൂണ്ടയിടുന്ന ഒരു ഇത് സെറ്റപ്പ് കണ്ടു. അപ്പം ഞങ്ങൾ ചൂണ്ടയിടുന്ന കണ്ടു. അവിടെ പ്രാല് മീനിനെ പിടിക്കുന്ന കണ്ടു. അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു. ഇപ്പം ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോവാണ്. ഇരുട്ടായപ്പം ഇങ്ങനെ ഇരിക്കുന്നു. ഹിന്ദിക്കാർ പോയപ്പോഴത്തേക്കും പാൻപരാഗിൻ്റെ മണം കാരണം എന്താ ഞാൻ ബോധം കിട്ടി വീണേ വണ്ടാരം. ഇരുട്ടായി. പക്ഷെ ഇവിടെ ഏറ്റവും എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ആകെ 1-2 സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് ഉണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അത് മാത്രമേ ഇവിടെ ഒരു നെഗറ്റീവായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല പോസിറ്റീവ് വൈബ്സ്. ഇനി നമ്മൾ അവിടെയായിരുന്നു. മമ്മി ആരൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നു സ്വന്തമായിട്ട്. ആരെങ്കിലും കൊണ്ട് വെച്ചുകൂടെ എന്നൊക്കെ. ഇവിടെയൊക്കെ വലിയ വലിയ ഫ്ലാറ്റും കാര്യങ്ങളും അതും ഇതൊക്കെ ഉള്ളതല്ലേ, അവർക്ക് പറഞ്ഞുകൂടെ ഇതിങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ്. മമ്മി ഒരു കാര്യം ചെയ്യേ, അങ്ങ് പറഞ്ഞേക്ക്. ആരോടാ? പിണറായി വിജയനോട് പറ, അല്ലെ മോദിയോട് പറ. മോദിയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ പിണറായിയോട് പറ. പിണറായി കാണും ഇപ്പോൾ. കണ്ടോ ഇവിടെ എല്ലാം കൊണ്ട് കുറെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ച് ഞങ്ങൾക്കൊക്കെ നടക്കേണ്ടതല്ലേ. അവർക്ക് മാത്രം കാശ് ഉണ്ടാക്കിയാൽ മതിയോ? കാശ് പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷനും ഇല്ല. നമ്മളൊക്കെ വോട്ടും ചെയ്ത് ജയിപ്പിച്ചേച്ച്
അവരവരുടെ കാര്യം കാണും. അതെ, നമ്മുടെ ഈ സ്ഥലത്ത്, അതായത് ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ്, കാക്കനാട് ഒറ്റ സ്ട്രീറ്റ് ലൈറ്റിൽ ആ വരുന്ന റോട്ടിൽ മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് ഒരു 1-2 സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. മുകളിൽ ഒരെണ്ണം ഉണ്ട് അപ്പുറത്തെ സൈഡിൽ, അല്ലാതെ ഇവിടെ ഇല്ല. പറഞ്ഞു കൊടുക്ക്. ഇല്ലാതെ ഫ്ലാറ്റിലോട്ട് കുറേ ലൈറ്റ് കൊടുക്കാൻ അവർക്ക് പറ്റി, പക്ഷേ ഇവിടെ ലൈറ്റും ഇല്ല, ഒന്നുമില്ല. അത് ഫ്ലാറ്റുകാരുണ്ടാക്കിയതല്ലാതെ അവർക്ക് വേറെ വല്ലവരും പൈസ കൊടുത്തിട്ടുണ്ടോ? ഇതാണ് പറഞ്ഞത്, ഈ ഏരിയയിലൊന്നും ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങ് ലൈറ്റ് കണ്ടോ, ആ വരുന്നതിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഒരു ലൈറ്റ് ഉള്ളത്. ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടു. ഇവിടെ എല്ലായിടത്തും കുറേ പോസ്റ്റുകളും അതും ഇതൊക്കെ ഉണ്ട്. ആ വണ്ടി ഇറങ്ങുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. അത് വൈദ്യുതി ലാഭിക്കാൻ വേണ്ടിയിട്ട് ആണെന്ന് തോന്നുന്നു കേരളം. ഹായ്, ഇതേ ആ അപ്പാർട്ട്മെൻറ്റിൽ ഇത് സൈനികാശ്രം, അതിൻ്റെ ഇപ്പുറത്തെ ഫ്ലാറ്റ് അല്ലേ? ആ, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. തിരിച്ച് നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ലൊരു ഉലാത്തൽ, അതായത് ഞങ്ങൾ ഇവിടുന്ന് ഒരു കുറച്ച് നേരം ഈവനിങ് വാക്ക്, വൈകുന്നേരത്തിലെ ഒരു ചെറിയ സഞ്ചാരം ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് അവശയായി വന്നിരിക്കുകയാണ്. പക്ഷെ നല്ല രസമായിരുന്നു ഇന്നത്തെ ഈ ഒരു വൈകുന്നേരത്തെ ഒരു നടത്തമൊക്കെ. ഭയങ്കര ഒരു ഉന്മേഷം തന്നു. ഇനി പോയിട്ട് കുളിക്കണം നന്നായിട്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ ഇന്ന് നടക്കാൻ? ഇഷ്ടപ്പെട്ടു. പതുക്കെ നടന്നുള്ളതിന് വേർത്ത് നല്ലപോലെ മടുത്ത്, ശരിക്കും മടുത്ത്. കുറേ കാലത്തിന് ശേഷമുള്ള അധ്വാനമായിരുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.